270ഓളം പേർ കൊല്ലപ്പെട്ട 2019 ഈസ്റ്റർ ഞായറിലെ സ്ഫോടന കേസിൽ മുൻ പ്രസിഡന്റും 4 ഉദ്യോഗസ്ഥരും നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിട്ട് സുപ്രീം കോടതി. വിധിയെ സ്വാഗതം ചെയ്യുന്നതായി കൊളംബോ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാൽക്കം രഞ്ജിത്ത് പത്രസമ്മേളനത്തിൽ പ്രതികരിച്ചു. ഈസ്റ്റർ ദിന സ്ഫോടന കേസിൽ മുൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയും അദ്ദേഹത്തിന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരും നഷ്ടപരിഹാരം നൽകണമെന്ന് ജനുവരി 12-നാണ് സുപ്രീംകോടതി വിധി വന്നത്. ശ്രീലങ്കയുടെ ചരിത്രത്തിലെ ഏറ്റവും കിരാതമായ ആക്രമണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഈസ്റ്റർ ദിന സ്ഫോടനം തടയുന്നതിൽ മുൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും പരാജയപ്പെട്ടതായി നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു കോടതി ഉത്തരവ്. അതേസമയം പൂർണ്ണ മനുഷ്യാവകാശ ലംഘനമായി അരങ്ങേറിയ ആക്രമണ പരമ്പരയിൽ ദീർഘകാലത്തെ നീതിക്കായുള്ള പോരാട്ടത്തിനു ശേഷം വന്ന 7-അംഗ സുപ്രീംകോടതി സമിതിയുടെ വിധിയെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ചരിത്രപരമെന്നാണ് കൊളംബോ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാൽക്കം രഞ്ജിത്ത് വിശേഷിപ്പിച്ചത്. നിയമവിരുദ്ധ പ്രവർത്തികളിൽ ഏർപ്പെട്ടാൽ പ്രസിഡന്റായാലും ഉന്നതതല ഉദ്യോഗസ്ഥരാണെങ്കിലും നിയമപ്രകാരം ശിക്ഷിക്കപ്പെടണമെന്നും കർദിനാൾ പ്രതികരിച്ചു. മുൻ പ്രസിഡന്റ് സിരിസേനയ്ക്ക് പുറമെ അദ്ദേഹത്തിന്റെ പോലീസ് മേധാവി, 2 മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ, 1 മുതിർന്ന പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ എന്നിവർ അവരുടെ സ്വകാര്യ ഫണ്ടിൽ നിന്ന് മൊത്തം 310 ദശലക്ഷം രൂപ സ്ഫോടനത്തിന് ഇരകളായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരമായി നൽകാനാണ് സുപ്രീംകോടതി ഉത്തരവായിരിക്കുന്നത്. 2019 ഏപ്രിൽ 21-ന് ഇസ്ലാമിക് ഭീകരരുടെ നേതൃത്വത്തിൽ 3 ക്രൈസ്തവ ദേവാലയങ്ങളിലും ഹോട്ടലുകളിലും നടന്ന ചാവേർ ബോംബ് സ്ഫോടനത്തിൽ 11 ഇന്ത്യക്കാരുൾപ്പെടെ ഏകദേശം 270 പേരാണ് മരിച്ചത്. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള നാഷണൽ തൗഹീദ് ജമാത്ത് എന്ന സംഘടനയാണ് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. നെഗംബോ, ബാറ്റിക്കളോവ, കൊളംബോ എന്നിവിടങ്ങളിലെ ദേവാലയങ്ങളിൽ ഈസ്റ്റർ പ്രാർത്ഥനകൾക്കിടെയാണ് ആക്രമണങ്ങൾ നടന്നത്. സംഭവത്തിൽ ക്രിയാത്മകമായ നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് ക്രൈസ്തവ സഭകൾ ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.